പ്രൈസ് ദി ലോർഡ്. ഇയ്യോബിന്റെ പുസ്തകം 42-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. പ്രിയരെ, ഒറ്റ വാക്കുകൊണ്ട് പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത വിധത്തിലുള്ള പരിശോധനകളുടെ നടുവിൽ കൂടിയാണ് ഇയ്യോബ് എന്ന ദൈവഭക്തൻ കടന്നുപോയി. നിഷ്കളങ്കനായി, നേരുള്ളവനായി, ദോഷം വിട്ടകലുന്നവനായി, ദൈവഭക്തനായി ജീവിച്ച് കർത്താവിന്റെ നാമത്തെ ഉയർത്തിയവൻ അവൻ തന്റെ ജീവിതത്തിൽ അടിക്കടി ഉണ്ടായ ഒട്ടനവധി കഷ്ടനഷ്ടങ്ങൾ, മക്കൾ നഷ്ടപ്പെട്ടു, സമ്പത്തുകൾ, മൃഗസമ്പത്തുകൾ, അങ്ങനെ തുടങ്ങി സകല നഷ്ടങ്ങളും തങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നു. എന്നാൽ അതിന്റെ എല്ലാം ആകത്തുകയായി അവസാന സമയങ്ങളിൽ ജീവിതത്തിൻ്റെതായ പ്രതിസന്ധികൾക്ക് അകത്ത് കടന്നുപോയി വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാരൊക്കെ തന്റെ ചുറ്റും വന്നുകൂടി. എങ്കിലും അതിന്റെ ഒക്കെ നടുവിൽ താൻ അവസാന ഭാഗത്തതിന്റെ ആകത്തുകയായി ആശ്വാസം കണ്ടെത്തുന്ന ദൈവസന്നിധി താൻ പറയുന്ന ഒരു വാക്കാണ്, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു എന്ന്. അതേ, സർവശക്തനായ ദൈവമേ, അങ്ങേക്കാണ് സകലതും ചെയ്യുവാൻ കഴിയുന്നത്. അങ്ങ് പ്രവർത്തിച്ചാൽ, അങ്ങ് വിചാരിച്ചാൽ, അങ്ങയുടെ കരങ്ങൾ എന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചാൽ ആമേൻ, അങ്ങയുടെ ഉദ്ദേശങ്ങളൊന്നും അസാധ്യമല്ല. അങ്ങ് എന്റെ മേലുള്ള പദ്ധതികൾ, എന്റെ മേലുള്ള പ്ലാനുകളൊക്കെ അങ്ങയുടെ മുമ്പിൽ അത് ആമേൻ സ്തോത്രം സർവശക്തിയുള്ളതായി കിടക്കുകയാണ്. അങ്ങനെയെങ്കിൽ പ്രിയരെ, ഈ വചനത്തോട് ഈ പ്രഭാതത്തിൽ നമ്മോട് സംസാരിക്കുകയാണ് ദൈവം. നമ്മുടെ ജീവിതത്തിന്റെ അടിക്കടി ഉണ്ടാകുന്ന പ്രതിസന്ധികൾ ഒരുപക്ഷെ ഒറ്റ വാക്കുകൊണ്ട് പറഞ്ഞറിയിക്കുവാൻ കഴിയാത്തത് ദീർഘനാളുകൾ കൊണ്ട്, ദീർഘസമയങ്ങൾ കൊണ്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരായിരിക്കാം നിങ്ങൾ. എന്നാൽ അതിന്റെ നടുവിൽ ആമേൻ നിങ്ങൾക്ക് വേണ്ടി ഇടപെടുന്ന, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. അതേ, നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ, പ്ലാനുകൾ, പദ്ധതികൾ അത് കർത്താവ് ആമേൻ നിങ്ങൾക്ക് വേണ്ടി സ്തോത്രം തക്ക സമയത്ത് തന്നെ നിവർത്തിച്ച് ജീവിതത്തിന്റെ അവസ്ഥകളിൽ ജയകരമായിട്ടുള്ള ഒരു അനുഭവം സർവശക്തനായ ദൈവം ആമേൻ യോബിന്റെ മുഖത്തെ ആദരിച്ചതുപോലെ അങ്ങനെ മുഖം ആദരിക്കപ്പെടുന്ന, ലജ്ജിപ്പിക്കാത്ത വിധത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടും. ആകയാൽ ആമേൻ വിശ്വാസത്തോടെ മുന്നേറുക. ദൈവത്തിന്റെ സന്നിധിയിൽ എങ്ങനെ ജീവിതത്തിൽ കഷ്ടങ്ങൾ വന്നപ്പോഴും ആമേൻ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുൻപോട്ട് ആമേൻ പ്രാർത്ഥനയോടുകൂടി ആമേൻ യോബ് കടന്നുപോയി. അങ്ങനെയുള്ള ഒരു അനുഭവത്തോടു കൂടി മുൻപോട്ട് പോകുക, പ്രാർത്ഥിക്കുക, ധൈര്യത്തോടെ നിൽക്കുക. ദൈവം നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യും. ഈ വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.